നമ്മൾ കാണുന്ന എല്ലാ വസ്തുക്കളും ആറ്റങ്ങൾ ചേർന്നാണ് നിർമ്മിതമായിരിക്കുന്നത്. എന്നാൽ ആറ്റങ്ങൾ തമ്മിൽ എങ്ങനെ ചേർന്ന് മോളിക്യൂളുകളായി മാറുന്നു? അതാണ് രാസബന്ധനം. ഓരോ ആറ്റത്തിനും മധ്യത്തിൽ ന്യൂക്ലിയസ് ഉണ്ട്. അതിനെ ചുറ്റി ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ഒരു ആറ്റത്തിന്റെ പുറത്തെയുള്ള ഇലക്ട്രോണുകളെയാണ് വാലൻസ് ഇലക്ട്രോണുകൾ എന്ന് വിളിക്കുന്നത്. ഈ വാലൻസ് ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നത്. ആറ്റങ്ങൾ തമ്മിൽ സ്ഥിരത നേടാനാണ് ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. സാധാരണയായി പുറം ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ടെങ്കിൽ ആറ്റം സ്ഥിരതയുള്ളതായി മാറും. ഇതിനെ ഓക്റ്ററ്റ് റൂൾ എന്ന് പറയുന്നു. രാസബന്ധനം പ്രധാനമായും 3 തരമാണ്. അയോണിക് ബോണ്ട്, ഒരാറ്റം മറ്റൊരറ്റത്തിലേക്ക് ഇലക്ട്രോൺ കൈമാറുമ്പോൾ രൂപപ്പെടുന്ന ബന്ധമാണിത്. ഒരാറ്റം പോസിറ്റീവ് ചാർജായും മറ്റേത് നെഗറ്റീവ് ചാർജായും മാറുന്നു. വിരുദ്ധ ചാർജുകൾ തമ്മിലുള്ള ആകർഷണമാണ് ഇവയെ ചേർക്കുന്നത്. ഉദാഹരണം സോഡിയം ക്ലോറൈഡ്. കോവാലന്റ് ബോണ്ട്, 2 ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ പങ്കുവയ്ക്കുമ്പോൾ ഈ ബന്ധമുണ്ടാകുന്നു. പങ്കുവയ്ക്കുന്ന ഇലക്ട്രോണുകൾ ഇരുവർക്കും സ്ഥിരത നൽകുന്നു. ഉദാഹരണം ജലമോളിക്യൂൾ. മെറ്റാലിക് ബോണ്ട്, ലോഹങ്ങളിൽ കാണുന്ന ബന്ധമാണിത്. ലോഹ ആറ്റങ്ങൾ അവരുടെ വാലൻസ് ഇലക്ട്രോണുകൾ ഇലക്ട്രോൺ സി പോലെ പങ്കുവയ്ക്കുന്നു. അതിനാലാണ് ലോഹങ്ങൾക്ക് വൈദ്യുതി കൈമാറാനും രൂപം മാറാനും കഴിയുന്നത്. അങ്ങനെ രാസബന്ധനമെന്നത് ആറ്റങ്ങൾ തമ്മിലുള്ള ആകർഷണ ശക്തിയിലൂടെ മോളിക്യൂളുകളും സംയുക്തങ്ങളും രൂപപ്പെടുന്ന പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീനുകളിൽ നിന്നും ഭൂമിയിലെ പാറകളിലേക്കുമെല്ലാം ഈ ബന്ധങ്ങളുടെ ഫലമാണ്. ഇപ്പോൾ ആറ്റത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാം. രാസബന്ധനം ഇലക്ട്രോണുകളുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ആണവ വിഭജനം ന്യൂക്ലിയർ ഫിഷൻ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ടതാണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും അടങ്ങിയിരിക്കുന്നു. ചില ഭാരമേറിയ മൂലകങ്ങൾ, പ്രത്യേകിച്ച് യുറേനിയം പോലുള്ളവ, വളരെ വലിയ ന്യൂക്ലിയസ് ഉള്ളവയാണ്. ഒരു ഭാരമേറിയ ന്യൂക്ലിയസിൽ ഒരു ന്യൂട്രോൺ തട്ടിടുമ്പോൾ അത് 2 ചെറു ന്യൂക്ലിയസുകളായി വിഭജിക്കാം. ഈ പ്രക്രിയയെയാണ് ആണവ വിഭജനം എന്ന് പറയുന്നത്. ഈ വിഭജനത്തിൽ വലിയ തോതിൽ ഊർജം പുറപ്പെടുന്നു. കൂടുതൽ ന്യൂട്രോണുകൾ പുറത്തുവരുന്നു. അവ മറ്റുള്ള ന്യൂക്ലിയസുകളെ തട്ടുമ്പോൾ ചെയിൻ റിയാക്ഷൻ ഉണ്ടാകാം. ഇതുവഴി വളരെ വേഗത്തിൽ വൻതോതിൽ ഊർജം ലഭിക്കുന്നു. ആണവ റിയാക്ടറുകളിൽ ഈ ചൈൻ റിയാക്ഷൻ നിയന്ത്രിതമായി നടത്തിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നിയന്ത്രണമില്ലാതെ സംഭവിച്ചാൽ അതീവ നാശകാരിയായ സ്ഫോടനം സംഭവിക്കാം. ഉദാഹരണത്തിന് ആണവ ബോംബുകൾ. ആണവ വിഭജനത്തിന്റെ അടിസ്ഥാന സൂത്രം പ്രശസ്ത ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ E = mc² എന്ന സമവാക്യവുമായി ബന്ധപ്പെട്ടതാണ്.
ചെറിയ അളവിലുള്ള ദ്രവ്യം പോലും വൻതോതിലുള്ള ഊർജ്ജമായി മാറാമെന്ന് ഈ സമവാക്യം കാണിക്കുന്നു. അതിനാൽ രാസപ്രവർത്തനങ്ങൾ ഇലക്ട്രോണുകളെ ആശ്രയിച്ചുള്ളതാണെങ്കിൽ ആണവ വിഭജനം ആറ്റത്തിന്റെ മധ്യത്തിലുള്ള ന്യൂക്ലിയസിന്റെ മാറ്റമാണ്. അതിനാൽ ഊർജ്ജം വളരെ കൂടുതലാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായി കമന്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ മറുപടി നൽകുന്നതാണ്. ഇത്തരത്തിലുള്ള ലളിതമായി അവതരിപ്പിച്ച വിദ്യാഭ്യാസ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.